റെജി, ഇതാണ് ഇത്തരത്തിൽ ശശി തരൂരിനോട് ഒരു അസഹിഷ്ണുത എന്തുകൊണ്ടാണ് ഹൈക്കമാൻഡിന് ഉണ്ടാകുന്നത്? ആ അസഹിഷ്ണുതയെക്കുറിച്ചാണ് ഇപ്പോൾ മാധ്യമങ്ങളെല്ലാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. UN ഒഫീഷ്യൽ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ വിദേശ നയവുമായി ബന്ധപ്പെട്ട് ശശി തരൂരിൻ്റെ പ്രതിഭയൊക്കെ നമ്മൾ പലവട്ടം തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ വിദേശകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ട പാർലമെന്ററി കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ കൂടിയാണ് ശശി തരൂർ. അപ്പോൾ സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിന്റെ മുമ്പിൽ ആദ്യം വരുന്ന പേര് ശശി തരൂർ എന്നതാണ്. പക്ഷേ കോൺഗ്രസ് ഹൈക്കമാൻഡിന് മുന്നിൽ, രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ എന്തുകൊണ്ടാണ് ശശി തരൂരിന്റെ പേര് ഇടം പിടിക്കാതെ പോയത്? നീലിമ, ഈ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം 140 വർഷമായി ഇന്ത്യയിലുണ്ട്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നേടിത്തരുന്നതിന് മുൻനിരയിൽ നിന്ന പാർട്ടിയാണ് ഇന്റർനാഷണൽ കോൺഗ്രസ്. ഈ 140 വർഷത്തിനിടയിലത്തെ ചരിത്രത്തിനിടയിൽ 17 വർഷമാണ് ബഹുമാന്യനായ ശ്രീ ശശി തരൂർ ഈ പ്രസ്ഥാനവുമായി ചേർന്ന് വരുന്നത്. അദ്ദേഹത്തിൻ്റെ അന്താരാഷ്ട്ര കാര്യങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രാവീണ്യത്തെയും ഒന്നും ചെറുതാക്കുകയല്ല, മറിച്ച് നമ്മുടെ രാജ്യം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വിദേശത്തേക്ക് നമ്മുടെ സംഘങ്ങളെ അയക്കുന്നത് എന്നുള്ള അതിൻ്റെ പ്രാഥമികമായിട്ട് നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ വിലയിരുത്തണം. അതായത് ഇന്ത്യയിലേക്ക് ഒരു ഭീകരാക്രമണം നേരിട്ട ഘട്ടത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾ, അതായത് നാം ജനാധിപത്യ രാജ്യമാണ്, ഇന്ത്യയിലെ ജനങ്ങൾ എല്ലാ പാർട്ടി ഭേദമന്യേ സങ്കുചിത വീക്ഷണങ്ങൾക്ക് അതീതമായിട്ട് ഇന്ത്യ ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്ന സന്ദേശം വിദേശത്ത് എത്തിക്കുന്നതിന് വേണ്ടിയാണ് നാം സർവകക്ഷി സംഘത്തെ അയക്കുന്നത്. അപ്പോൾ പാർട്ടി നേതൃത്വത്തിനോടാണ് ബന്ധപ്പെടേണ്ടത്. ഭരണകക്ഷിക്ക് അത്തരത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആ ആത്മാർത്ഥമായിട്ട് അവരെന്ത് ചെയ്യണം? വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇതേപോലെ സർവകക്ഷി സംഘത്തെ അയക്കാൻ ഉദ്ദേശിക്കുന്നു, നിങ്ങൾ പേര് തരിക എന്ന് ആവശ്യപ്പെടണം. ഓരോ പാർട്ടിക്കും അതിൻ്റെതായ ചട്ടക്കൂടുകളുണ്ട്, കോണ്ടക്റ്റുകളുണ്ട്, അതിനൊരു ഒരു ഐഡിയോളജി ഉണ്ട്. ആ ഐഡിയോളജിയിൽ വിശ്വസിച്ചുകൊണ്ടാണ് ഓരോരുത്തരും ഈ പ്രവർത്തിക്കുന്നത്. ശ്രീ റെജി, അങ്ങ് പറയുന്ന വാദമായി തന്നെ ഞാൻ എടുക്കുകയാണ്. പക്ഷേ ശശി തരൂർ വളരെ കൃത്യമായി പറയുന്നുണ്ട്. 2 ദിവസം മുമ്പേ തന്നെ കിരൺ റിജിജു സംസാരിക്കുന്നുണ്ട്, കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികൾ സംസാരിക്കുന്നുണ്ട്. ഇക്കാര്യം ഞാൻ എൻ്റെ പാർട്ടിയോട് പറയുന്നുണ്ട്. എന്നെ ഇത്തരത്തിൽ ഈ പ്രതിനിധി സംഘത്തിലേക്ക് എടുക്കുന്ന കാര്യം, അങ്ങനെ നിയോഗിക്കുന്ന കാര്യം കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നു എന്ന കാര്യം ഞാൻ എൻ്റെ പാർട്ടിയോട് പറയുന്നുണ്ട്. അതായത് 2 ദിവസം മുമ്പ് തന്നെ. പക്ഷേ അത് ചെവിക്കൊള്ളാതെ, അങ്ങനെയെങ്കിൽ ശശി തരൂരിനെ ഒഴിവാക്കാൻ വേണ്ടി ബോധപൂർവം അത്തരത്തിലൊരു 4 പേരടങ്ങുന്ന ഒരു പട്ടിക പുറത്തിറക്കി എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ഈ ഘട്ടത്തിൽ? ഒരിക്കലുമല്ല നീലിമ. അതായത് 2008 അദ്ദേഹം UN അസൈൻമെന്റ് കഴിഞ്ഞ് ഇന്ത്യയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിനെ MP 4 പ്രാവശ്യം MP ആക്കിയ പാർട്ടി ഇന്റർനാഷണൽ കോൺഗ്രസ് ആണ്. ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ പരമോന്നത സമിതിയായ വർക്കിംഗ് കമ്മിറ്റിയിലെ മെമ്പറാണ് അദ്ദേഹം. ഇന്ത്യയിലെ കോൺഗ്രസിന്റെ നയരൂപീകരണ സമിതിയോടൊപ്പം നിന്നുകൊണ്ട് അതിൽ നേതൃത്വം നൽകേണ്ട, അണികൾക്ക് പ്രചോദനമേകേണ്ട ഒരു നേതാവാണ് ബഹുമാന്യനായ ശശി തരൂർ. അദ്ദേഹത്തിനെ ആരും അകറ്റുകയോ എന്നുള്ളതല്ല. പക്ഷേ ഓരോ പാർട്ടിക്കും ഉള്ള ആ ഒരു പ്രതിബദ്ധതയും നേതൃത്വത്തോടുള്ള ഒരു കമ്മിറ്റ്മെന്റും ഒക്കെ പുലർത്തുവാൻ അദ്ദേഹവും ബാധ്യസ്ഥനല്ലേ? ഇവിടെ നോക്കൂ, ഇവിടെ വാജ്പേയിയെ 1994 നരസിംഹറാവു വിദേശത്തേക്ക് അയക്കുന്നത് ഇന്ത്യയുടെ ഒരു മുഖമായി, ഇന്ത്യയിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്ന് കാട്ടുവാനല്ലേ? ഇവിടെ ബഹുമാന്യനായ ശശി തരൂരിനെ 2 തവണ മന്ത്രിയാക്കി, അദ്ദേഹത്തെ ലോകസഭ അംഗമാക്കി. ഇപ്പോൾ അദ്ദേഹം ഈ ഫോറിൻ അഫയേഴ്സ് അതിൻ്റെ ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ലോകസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായി സേവനമനുഷ്ഠിക്കുന്നത് കോൺഗ്രസിൻ്റെ ലേബലിലാണ്. അപ്പോൾ ഇത്രയും അദ്ദേഹത്തിന് ഈ പേരും പ്രശസ്തിയും ഇത്രമാത്രം ലഭിക്കുന്നത് കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിച്ചതിന് ശേഷമാണ്. അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്ത്, നിങ്ങളുടെ നേതാവാണ് ഇങ്ങനെ വിദേശ രാജ്യങ്ങളിൽ പോയി ഭാരതത്തിന് വേണ്ടി സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ അഭിമാനത്തോടെയല്ലേ നിങ്ങളത് ആ പേര് മുന്നോട്ട് വെക്കേണ്ടത്? അല്ലാതെ 4 തവണ MP ആയി എന്നൊക്കെ പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? മാത്രവുമല്ല, ശശി തരൂരിനെ വെട്ടിക്കൊണ്ട് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച പേരുകൾ ആരൊക്കെയാണെന്ന് അങ്ങേക്കറിയില്ലേ? ആനന്ദ് ശർമ്മ, MP-മാരുടെ പേരാണ് ചോദിച്ചത് കേന്ദ്ര സർക്കാർ. പക്ഷേ നൽകിയത് ആനന്ദ് ശർമ്മ ഇപ്പോൾ MP ആണോ? ഒരു പക്ഷേ മുൻ കേന്ദ്രമന്ത്രി എന്നുള്ള ഒരു ലേബലായിരിക്കാം പരിഗണിക്കപ്പെട്ടത്. ഗൗരവ് ഗൊഗോയുടെ പശ്ചാത്തലം എന്താണ് ശ്രീ റെജി? പാകിസ്ഥാനുമായി നിരന്തര ബന്ധം,
അദ്ദേഹത്തിന്റെ ഭാര്യ അങ്ങ് എലിസബത്ത് പാക് NGOയിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന പാക് ആർമിയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ലേഡിയാണ്. ഗോഗോയും പോകുന്നുണ്ട്, 15 ദിവസം പാകിസ്ഥാനിൽ പോയി താമസിക്കുന്നുണ്ട്, കേന്ദ്ര സർക്കാരിനെ അറിയിക്കാതെ പോകുന്നുണ്ട്. ഡോക്ടർ സയ്യിദ് നസീർ എന്ന് പറയുന്ന MP, ആ MP-യുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? രാജ്യസഭ MP ആയി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന അനുകൂലികളെ കൊണ്ട്, അനുയായികളെ കൊണ്ട് വിധാൻ സൗധയിൽ മുദ്രാവാക്യം വിളിപ്പിച്ച സയ്യിദ് നസീർ. മറ്റൊരാൾ രാജ ബ്രാർ, ഖാലിസ്ഥാൻവാദികളുടെ പ്രിയ തോഴൻ. ഇതാണ് നിങ്ങളുടെ നേതാവ്. ഈ ഭാരതത്തെ പ്രതിനിധീകരിക്കാൻ വേണ്ടി അങ്ങ് വിദേശത്തേക്ക് അയക്കാൻ നൽകിയ പട്ടിക. അപ്പോൾ ശശി തരൂർ നിങ്ങൾക്ക് ഒന്നുമല്ല, നിങ്ങളുടെ താല്പര്യം മറ്റൊന്നാണ് എന്നാണ് ഈ 4 പേരുടെ പട്ടികയിൽ നിന്നും വളരെ കൃത്യമായി പൊതുജനത്തിന് ബോധ്യപ്പെടുന്നത്. ശ്രീ റജി, നീലിമ, ഈ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കും വഹിക്കാത്ത BJP എന്ന പാർട്ടിയെ നിങ്ങളുടെ നേതാവ് 1971 നടത്തിയ ചതി, ഭാരതത്തോട് ചെയ്ത ചതിയിലേക്കൊക്കെ വരാം. ഇപ്പോൾ നമ്മൾ ഉന്നയിച്ച ഈ വിഷയത്തിലേക്ക് ഒന്ന് വരൂ പ്ലീസ് റജി. നോക്കൂ, ആനന്ദ ശർമ്മയെ നിയോഗിക്കുന്നു എന്ന് നീലിമ പറയുമ്പോൾ ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, എന്തുകൊണ്ട് വി മുരളീധരനെ ഇതിൽ ഉൾപ്പെടുത്തി? അത് ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം, ശക്തമായ ഒരു നിലപാട് അറിയിച്ചുകൊണ്ട് അവർ കേന്ദ്ര സർക്കാർ ചോദിച്ചത്. ശ്രീ റജി, ഒരു സെക്കൻഡ് ഞാനതിൽ ഒരു ക്ലാരിറ്റി വേണം. 4 MP-മാരുടെ പേരാണ് കേന്ദ്ര സർക്കാർ ചോദിക്കുന്നത്. ആനന്ദ് ശർമ്മ MP അല്ല, ഒരു പക്ഷേ കേന്ദ്രമന്ത്രി എന്നുള്ള രീതിയിലായിരിക്കാം ആ പേര് കൊടുത്തത്. ഇപ്പുറത്തെ വി മുരളീധരനുണ്ട്. അതുകൊണ്ട് അങ്ങയുടെ വാദം ഞാൻ അത് മുഖവിലക്കെടുക്കാം. പക്ഷേ ആനന്ദ് ശർമ്മയെ കുറിച്ച്, ആനന്ദ് ശർമ്മ ഈ ഒരു ഫീൽഡുമായി ബന്ധപ്പെട്ട് എന്താണ് ബന്ധം? വിദേശകാര്യവുമായി ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ബന്ധം ആനന്ദ് ശർമ്മയ്ക്ക് ഉണ്ടാവോ? പക്ഷേ വി മുരളീധരന്റെ കാര്യം അങ്ങനെയല്ല. അപ്പോൾ ആനന്ദ് ശർമ്മയെ കൊണ്ട് എന്താണോ കോൺഗ്രസ് പാർട്ടി നടത്തിക്കുന്നത് അത് വളരെ കൃത്യമായി രാഹുലിന്റെ അജണ്ടയാണ് ഈ 4 പേരിലൂടെ പുറത്തു വരുന്നത്. നീലിമ, കോൺഗ്രസ് പാർട്ടി ഇതിനെ കാണുന്നത് ഇത് പ്ലേയിങ് ഗെയിംസ് വിത്ത് മിസ്ചീവിയസ് കോണ്ടക്ട്. BJP-യുടെ ഒരു മിസ്ചീവിയസ് കോണ്ടക്റ്റ് ആണ് ഇത്തരത്തിൽ ഒരു സമീപനം സ്വീകരിക്കുന്നത്. ആത്മാർത്ഥത ഉണ്ടായിരുന്നുവെങ്കിൽ അവർ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ പാർട്ടിയെ റെപ്രസെന്റ് ചെയ്യുവാൻ ഞങ്ങൾക്ക് പ്രതിനിധികളെ അയക്കണം. ആദ്യം ചെയ്യേണ്ടിയിരുന്നത് 1994 സ്വീകരിച്ച നടപടികളായിരുന്നുവെങ്കിൽ ലോകസഭയുടെ പ്രതിപക്ഷ നേതാവിനെ എന്തുകൊണ്ട് നിങ്ങൾ അയക്കുന്നില്ല? അപ്പൊ നിങ്ങളുടെ പാർട്ടിക്ക് അതിനകത്ത് ഒരു ആത്മാർത്ഥത എവിടെയാണ്? 2 പ്രാവശ്യം സർവകക്ഷി യോഗം വിളിക്കുമ്പോൾ എന്തുകൊണ്ട് പ്രധാനമന്ത്രി അതിന് മുമ്പാകെ വന്നിട്ട് അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നില്ല? നാം ലോകത്തിന് മുമ്പിൽ കാഴ്ചവെക്കുന്നത് നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടാണ്. നമ്മുടെ സ്വാതന്ത്ര്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിലേക്ക് കടന്നാക്രമണം നടത്തുമ്പോൾ നിശ്ചയമായിട്ടും നമ്മുടെ രാജ്യത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഭീകരപ്രവർത്തനത്തെ ശക്തമായി പ്രതിരോധിക്കണം.